ഫസ്റ്റിന് ഞങ്ങളെല്ലാവരും കൂടി ഒരു വൺ ഡേ ഔട്ടിങ്ങിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആലുവയിലെത്തി എല്ലാവരും കൂടി മീറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. ഈ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത് സന്ധ്യച്ചിക്കും ഹരിയച്ചിക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരെത്തി, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മെട്രോയിലാണ് ആലുവ ടു കടവന്തര വരെ നമ്മൾ പോയത്. ഹോളിഡേ ആയതുകൊണ്ടാണെന്നറിയില്ല, കുറച്ച് തിരക്കൊക്കെ കുറവായിരുന്നു. നമ്മുടെ ഫസ്റ്റത്തെ പ്ലാൻ എന്ന് പറയുന്നത് നല്ലൊരു കഫേയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നായിരുന്നു. അതിനായി നേരെ വിട്ടത് പനമ്പള്ളി നഗറിലെ കഫിക്കാനോ കഫേയിലേക്കാണ്. അവിടെ ചെന്ന് നമ്മൾ സെറ്റായി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ളൊരു ആംബിയൻസ് നമുക്കവിടെ ഉണ്ടായിരുന്നില്ല. കൂടാതെ കുറച്ച് എക്സ്പെൻസീവും ആയിരുന്നു. നമ്മളവിടെ ട്രൈ ചെയ്തത് അവക്കാഡോ ടോസ്റ്റ്, ബ്രക്കോളി ആൻഡ് കോൺടാർട്ട് ആൻഡ് പ്രോട്ടീൻ ബൗളായിരുന്നു. എല്ലാം നൈസായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. കുറച്ച് സമയം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ പോയത് മറൈൻ ഡ്രൈവാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്നത് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേഷൻ്റെ കുറച്ച് മാറിയാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ദൂരം നമുക്ക് നടക്കേണ്ടി വന്നു. സ്റ്റേഷനിൽ എത്തിയപ്പോഴാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. ഒരു നീണ്ട ക്യൂ ഒക്കെ നിന്ന് നമ്മൾ മെട്രോയിൽ കയറിയപ്പോഴോ നമുക്ക് സീറ്റിംഗ് കിട്ടിയില്ല. അങ്ങനെ ആകെ ഷോക്ക് അടിച്ച് നിൽക്കുമ്പോൾ ദേ ഒരു ഡോൾഫിൻ. നമ്മളെല്ലാവരും ഡോൾഫിനെ കണ്ട് ആകെ എക്സൈറ്റഡായി. അങ്ങനെ പിന്നെ അത് ചാടുന്നുണ്ടോ നോക്കി നിൽക്കലായി. അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തിയത് അറിഞ്ഞില്ല. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്തത് കാശി ആർട്ട് കഫേയാണ്. പേര് പോലെ തന്നെ ആർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആംബിയൻസാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ ആർട്ട് വർക്ക്സ് തന്നെയാണ്. നമ്മളവിടെ ട്രൈ ചെയ്തത് അവിടുത്തെ ഫേമസ് ഹോട്ട് ചോക്ലേറ്റ് കേക്കാണ്. ഒന്നും പറയാനില്ല, നമ്മളും അതിൻ്റെ ഫാനായി. അവിടുത്തെ ആർട്ട് ഗാലറി കാണാനും നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മളതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പോയ കഫകളിൽ വെച്ച് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മാറിയ കഫയാണ് ഫ്രഞ്ച് ടോസ്റ്റ്. അവിടേക്ക് നമ്മളെ ആകർഷിച്ചത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയാണ്. വളരെ റിഫ്രഷിങ് ആൻഡ് പീസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നി. അവിടെ നമ്മൾ ട്രൈ ചെയ്തത് സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റാണ്. സംഭവം കൊള്ളായിരുന്നു. ദി ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ കുറേ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ നല്ല ലൊക്കേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വയറ് നിറഞ്ഞില്ലെങ്കിലും മനസ്സ് നിറയുന്ന ഒരു കാര്യമായിരുന്നു അത്. അങ്ങനെ ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സും ഗാലറിയും ഒരുപോലെ നിറഞ്ഞ് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ലാസ്റ്റിൻ്റെ കഫേ, ദി ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്. വളരെ ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ്, അതുപോലെ തന്നെ നല്ല റിച്ച് ആൻഡ് റോയൽ ലുക്കും. ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് അധികം നേരം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കവിടെ പറ്റിയില്ല. നമ്മുടെ വൺ ഡേ ട്രിപ്പ് കൂടെ അവസാനിക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടന്നതിൻ്റെ സാറ്റിസ്ഫാക്ഷനും കുറേ നല്ല മെമ്മറീസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലുമാണ് നമ്മൾ തിരികെ പോയത്.